തമിഴ്നാട് രാഷ്ട്രീയം എപ്പോഴും സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. എംജിആറും കരുണാനിധിയും ജയലളിതയും ഭരിച്ച ആ മണ്ണിലേക്ക് മറ്റൊരു സൂപ്പർ താരം കൂടി ചുവടുവയ്ക്കുന്നു, ദളപതി വിജയ്. പക്ഷേ വിജയുടെ തമിഴക വെട്രിക്കഴകം അഥവാ TVK വെറും ഒരു ആരാധക കൂട്ടായ്മ മാത്രമല്ല, അതൊരു പുതിയ രാഷ്ട്രീയ പരീക്ഷണമാണ്. എന്തുകൊണ്ടാണ് വിജയ് ഒരു അണ്ണാ ഇമേജിലേക്ക് മാറുന്നത്? എന്തിനാണ് തമിഴകത്തെ സ്ത്രീകൾ വിജയെ തങ്ങളുടെ രാഷ്ട്രീയ പ്രതീക്ഷയായി കാണുന്നത്? ദ ക്വിൻറ്റ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തെ ആസ്പദമാക്കി നമുക്ക് പരിശോധിക്കാം. വിജയ് സിനിമകൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. വ്യവസ്ഥിതിയിലെ പാളിച്ചകൾക്കെതിരെ പോരാടുന്ന അഴിമതിക്കാരെ പാഠം പഠിപ്പിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ രക്ഷകൻ പരിവേഷമാണ് അദ്ദേഹത്തിൻ്റേത്. ഈ സിനിമാറ്റിക് ഇമേജ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറയും. മറ്റു സൂപ്പർ താരങ്ങളായ രജനീകാന്തും കമൽഹാസനും രാഷ്ട്രീയത്തിൽ പയറ്റിയ രീതിയിൽ നിന്നല്ല വിജയ് തുടങ്ങുന്നത്. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് അദ്ദേഹം കേവലം ഒരു നടനല്ല, മറിച്ച് വീട്ടിലെ ഒരാളാണ്. റാലികളിൽ മുഴങ്ങുന്ന അണ്ണാ വിളികൾ ഇതിന് തെളിവാണ്. രാഷ്ട്രീയത്തെ ഒരു കുടുംബകാര്യമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. എൻ്റെ കുടുംബത്തിലെ 4 വോട്ടും അണ്ണനാണ്, സ്ഥാനാർത്ഥി ആരാണ് നോക്കേണ്ടതില്ല എന്ന് പറയുന്ന 19 മുതൽ എൻ്റെ സഹോദരനെ ഞാൻ പിന്തുണയ്ക്കും എന്ന് പറയുന്ന വീട്ടമ്മമാർ വരെ നീളുന്നതാണ് ഈ സ്വാധീനം. ഈ ലേഖനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം വിജയുടെ റാലികളിലെ സ്ത്രീ സാന്നിധ്യമാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് വലിയ സ്വാധീനം നൽകുന്നത് ജയലളിതയായിരുന്നു. അമ്മ എന്ന വിളിപ്പേരിലൂടെ അവർ നേടിയെടുത്ത വൈകാരിക ബന്ധം അവരുടെ മരണശേഷം ഒരു വലിയ വിടവ് സൃഷ്ടിച്ചു. DMKയും AIDMKയും തമ്മിലുള്ള പോരിൽ മനംമടുത്ത പല സ്ത്രീകളും ഇപ്പോൾ വിജയ് ഒരു പുതിയ പ്രതീക്ഷയായി കാണുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വിജയ് പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ നോക്കുക. സ്ത്രീകൾക്ക് മാസം 2500 രൂപ, സൗജന്യ ബസ് യാത്ര, സബ്സിഡി നിരക്കിൽ ഗ്യാസ് സിലിണ്ടർ. ഇത് കേവലം സൗജന്യങ്ങളല്ല, മറിച്ച് ഒരു സംരക്ഷകന്റെ വേഷം ഏറ്റെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമമാണ്. രാഷ്ട്രീയത്തിലെ പുരുഷാധിപത്യ ഭാഷയ്ക്ക് പകരം കുടുംബ ബന്ധങ്ങളുടെ ഭാഷയാണ് വിജയ് സംസാരിക്കുന്നത്. എങ്ങനെയാണ് TVK ഇത്ര വേഗം വളരുന്നത്? ഉത്തരം ലളിതമാണ്. വർഷങ്ങളായി പ്രവർത്തിക്കുന്ന വിജയ് മക്കൾ ഇയക്കം എന്ന ഫാൻ ക്ലബ് ശൃംഖല. പോസ്റ്റ് ഒട്ടിക്കാനും പാലഭിഷേകം നടത്താനും നടന്ന ആരാധകർ ഇപ്പോൾ വീടാന്തരം കയറി വോട്ട് ചോദിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരായി മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ TVKയുടെ ഡിജിറ്റൽ സ്വാധീനം വളരെ വലുതാണ്. വലിയ രാഷ്ട്രീയ ചർച്ചകളേക്കാൾ ഉപരിയായി വിജയുടെ ലളിതമായ ചലനങ്ങളും സ്റ്റൈലുകളും മീമുകളിലൂടെയും റീൽസുകളിലൂടെയും യുവാക്കളിലേക്ക് എത്തുന്നു. എങ്കിലും വെല്ലുവിളികൾ കുറവല്ല. കരൂരിലെ റാലിയിലുണ്ടായ തിരക്കിലും പെട്ട ആളുകൾ മരിച്ച സംഭവത്തിൽ വിജയുടെ പ്രതികരണം വൈകിയത് വലിയ വിമർശനങ്ങൾക്കിടയാക്കി. അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഉണ്ടോ, അതോ വെറും പോപ്പുലിസം മാത്രമാണോ ഇതെന്ന് നിരൂപകർ ചോദിക്കുന്നു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് തമിഴ്നാടിന് നിർണായകമാണ്. കരുത്തുറ്റ സംഘടനാ സംവിധാനമുള്ള DMKയും ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന AIDMKയും വിജയെ ഭയപ്പെടുന്നുണ്ടോ? തീർച്ചയായും. കാരണം നിശബ്ദരായ ഒരു വലിയ വിഭാഗം വോട്ടർമാർ വിജയിലേക്ക് ആകൃഷ്ടരാകുന്നുണ്ട്. ലേഖനം സൂചിപ്പിക്കുന്നത് പോലെ വിജയ് ഇവിടെ പെർസെപ്ഷൻ വാർ അഥവാ ജനങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ പോരാട്ടത്തിൽ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭരണപരിചയമില്ലെങ്കിലും പുതിയ ഒരാൾക്ക് അവസരം നൽകുന്ന മനോഭാവം ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട്. വിജയ് ഒരു അത്ഭുതമായി മാറുമോ അതോ പരാജയപ്പെടുമോ എന്നത് കാലം തെളിയിക്കും. പക്ഷേ ഒന്നുറപ്പാണ്, തമിഴകത്തെ അധികാര സമവാക്യങ്ങളെ അദ്ദേഹം മാറ്റിമറിച്ചു കഴിഞ്ഞു. സിനിമയിലെ മാസ് ഹീറോയിൽ നിന്ന് രാഷ്ട്രീയത്തിലെ അണ്ണായിലേക്കുള്ള വിജയുടെ ദൂരം വളരെ കുറവാണ്. അദ്ദേഹം ജനങ്ങളുടെ ഹൃദയത്തിൽ നേടിയ ഇടം വോട്ടുകളായി മാറുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.